മനുഷ്യൻ ചിന്തിക്കുവാൻ തുടങ്ങിയപ്പോൾ മുതൽ, അല്ലെങ്കിൽ മനുഷ്യന്റെ ചിന്ത അതിരുകടക്കുവാൻ തുടങ്ങിയപ്പോൾ മുതൽ അവൻ മറ്റുള്ളവരോടും സ്വയം തന്നോട് തന്നെയും ചോദിച്ചിരുന്നൊരു ചോദ്യമാണ് ഈ പ്രപഞ്ചം ആരാണ് സൃഷ്ടിച്ചതെന്ന്. എന്നാൽ ആ കാലത്ത് പ്രപഞ്ചത്തെക്കുറിച്ച് അറിയുവാൻ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ മാത്രമായിരുന്നു ഏക ആശ്രയം. കണ്ണുകൊണ്ട് നോക്കിയും ശ്രവിച്ചും രുചിച്ചും സ്പർശിച്ചും മാത്രമാണ് അന്ന് നാം പ്രപഞ്ചത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നത്. ഇന്നത്തെ പോലെ ആധുനിക സാങ്കേതിക വിദ്യകളൊന്നും നമുക്കന്ന് പ്രാപ്തമായിരുന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് മനുഷ്യൻ അവന്റെ ഭാവനയിൽ ഇതെല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ് എന്ന സങ്കല്പത്തിലേക്ക് എത്തി. ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന 90% ആളുകളും വിശ്വസിക്കുന്നത് ഇവിടെ ദൈവമുണ്ട് എന്ന് തന്നെയാണ്. എന്നാൽ വെറും 10% ആളുകൾ ഇതിന് വിപരീതമായി ചിന്തിക്കുന്നു. ദൈവമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് എങ്ങനെ കൃത്യമായി ഉത്തരം നൽകുവാൻ കഴിയും? മനുഷ്യന്റെ പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുവാൻ സയൻസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. എങ്കിലും മനുഷ്യന്റെ മഹാവിജയങ്ങൾക്ക് പിന്നിൽ എപ്പോഴും സയൻസ് ഉണ്ട്. അതുകൊണ്ട് ദൈവത്തെ അന്വേഷിച്ചുള്ള യാത്രയ്ക്ക് സയൻസിനെ തന്നെ തീർച്ചയായും കൂട്ടുപിടിക്കേണ്ടി വരും. ദൈവം ഉണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നതും ദൈവത്തെ അന്വേഷിച്ചിറങ്ങുന്നതുമായ ഭൂമിയിലെ ഒരേ ഒരു ജീവി അത് മനുഷ്യനാണ്. കടലിൽ ജീവിക്കുന്ന മീനുകൾക്കും മറ്റു പലതരം ജീവികൾക്കും കരയിൽ ജീവിക്കുന്ന മൃഗങ്ങൾക്കും ഉരകങ്ങൾക്കും പക്ഷികൾക്കും സംസാരിക്കുവാൻ കഴിവുണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും അവർ ഒരിക്കലും ദൈവം ഉണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കുവാൻ സാധ്യതയില്ല. കാരണം വിശാലമായ ഭാവനാത്മകമായി ചിന്തിക്കുവാൻ സാധിക്കുന്ന ഒരു ജീവിക്ക് മാത്രമേ ദൈവം ഉണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കുവാനാകൂ. നിലവിൽ ഭൂമിയിൽ മനുഷ്യന് മാത്രമേ അത്തരത്തിലുള്ളൊരു ചോദ്യം ചോദിക്കുവാൻ കോംപ്ലക്സ് ആയ ഒരു തലച്ചോറുള്ളൂ. മനുഷ്യൻ എപ്പോഴായിരിക്കും ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്? നമുക്ക് പുരാതന കാലം തന്നെ എടുക്കാം. മനുഷ്യന് പലതിന്റെയും ഉത്തരം അറിയില്ലായിരുന്നു. എങ്ങനെയാണ് ഇവിടെ പുഴ ഒഴുകുന്നത്? എങ്ങനെയാണ് ഇവിടെ മഴ പെയ്യുന്നത്? എങ്ങനെയാണ് ഇവിടെ ഇടിമിന്നലുകൾ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഇവിടെ കാറ്റ് വീശുന്നത്? ഇതിന്റെ ഒന്നും പിന്നിലെ സയൻസ് അറിയാത്ത അന്നത്തെ മനുഷ്യന് ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു കാരണക്കാരനുണ്ട്. നമ്മളെക്കാളും ശക്തനും എല്ലാം അറിയുന്നവനുമായ കാരണക്കാരൻ. ആ കാരണക്കാരനാണ് മനുഷ്യന്റെ ഭാവനയിൽ ദൈവം. മനുഷ്യൻ ആദ്യമായി ദൈവം എന്ന സങ്കല്പത്തിൽ വിശ്വസിക്കാൻ തുടങ്ങിയ കാലത്ത് ഇന്ന് കാണുന്ന ഒരു മതങ്ങളും ഇല്ലായിരുന്നു. അന്ന് നിലനിന്നിരുന്നത് പലതരത്തിലുള്ള വിശ്വാസങ്ങൾ മാത്രമായിരുന്നു. ആ വിശ്വാസങ്ങളുടെ പേരിൽ പല ദൈവങ്ങളെയും അവർ ആരാധിച്ചിരുന്നു. കാറ്റിന്റെ പേരിലും സൂര്യന്റെ പേരിലും നദിയുടെ പേരിലും ജലത്തിന്റെ പേരിലും മഴയുടെ പേരിലുമൊക്കെ അവരന്ന് ദൈവത്തെ ആരാധിച്ചിരുന്നു. കാരണം അവർക്ക് അന്ന് അതിന്റെ ഒന്നും ഉത്തരം അറിയില്ലായിരുന്നു. പിന്നീട് കാലങ്ങൾ കടന്നു പോകവേ ശാസ്ത്രം കുറച്ചുകൂടി വളരുവാൻ തുടങ്ങി. എങ്ങനെയാണ് തീ ഉണ്ടാവുന്നതെന്നും എങ്ങനെയാണ് കാറ്റുണ്ടാവുന്നതെന്നും എങ്ങനെയാണ് നദി ഉണ്ടാവുന്നതെന്നും മനുഷ്യന് മനസ്സിലായി. എന്നാൽ മനുഷ്യന്റെ ചിന്ത അവിടെ നിന്ന് വീണ്ടും അതിരുകടക്കുവാൻ തുടങ്ങി. അവൻ ചിന്തിച്ചു, എങ്ങനെയാണ് ഭൂമി ഉണ്ടായത്? ആ ഭൂമി ഉണ്ടാവണമെങ്കിൽ ആ ഭൂമി ഉണ്ടാക്കിയ ഒരു കാരണക്കാരൻ തീർച്ചയായും വേണം. വീണ്ടും കുറെ കാലങ്ങൾ കഴിഞ്ഞു പോകവേ ഭൂമി ഉരുണ്ടതാണെന്നും ഭൂമി എപ്രകാരമാണ് ഉണ്ടായതെന്നും നമുക്ക് മനസ്സിലായി. അപ്പോൾ വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നു, വീണ്ടും സംശയങ്ങൾ ഉണ്ടായി. എങ്ങനെയാണ് ഭൂമി ഉണ്ടായതെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. വീണ്ടും മനുഷ്യൻ ചിന്തിക്കുവാൻ തുടങ്ങി, എങ്ങനെയാണ് ഈ സൂര്യൻ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത്? അതിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? ആ രഹസ്യം, അതിനെ അവർ ദൈവമെന്ന് കരുതി. വീണ്ടും കാലം കഴിഞ്ഞപ്പോൾ നമുക്ക് ആ രഹസ്യവും മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് സൂര്യൻ പ്രവർത്തിക്കുന്നതെന്ന് നാം മനസ്സിലാക്കി. അപ്പോൾ വീണ്ടും അടുത്ത ചോദ്യം മനുഷ്യനെ അലട്ടുവാൻ തുടങ്ങി. നമ്മുടെ ഈ സൗരയൂഥം അതെവിടെയാണ് നിൽക്കുന്നത്? മിൽക്കി വേ എന്ന് പറയുന്നു. എങ്കിൽ ആ മിൽക്കി വേ ആരുണ്ടാക്കി? അതിന്റെ ഉത്തരം അത് ദൈവമാണ്. വീണ്ടും കാലം മുന്നോട്ട് പോയി. അതിനും നമുക്ക് ഉത്തരം കിട്ടി. മിൽക്കി വേ എന്ന ഈ ഗാലക്സിക്ക് പുറത്ത് ഇതിലും കൂടുതൽ ഗാലക്സികൾ ഉണ്ട്. നിരവധി ഗാലക്സികളുടെ ഒരു വലിയ ക്ലസ്റ്റർ തന്നെ ഉണ്ട്. അതെല്ലാം ഇവിടെ ഉണ്ട്. അത് എങ്ങനെയാണ് ഉണ്ടായതെന്നും നമുക്ക് പറയുവാൻ സാധിച്ചു. അപ്പോഴും ആ ചോദ്യം വീണ്ടും ഉയർന്നു വന്നു. ശരിയാണ്, ഇതെല്ലാം ഇവിടെ ഉണ്ട്. എന്നാൽ ഇത് എങ്ങനെയാണ് ഉണ്ടായത്? എന്നാൽ ഈ പ്രപഞ്ചം തന്നെ എങ്ങനെയാണ് ഉണ്ടായത്? അതിന്റെ ഉത്തരവും ശാസ്ത്രം മുന്നോട്ട് വെച്ചു. അത് ബിഗ് ബാങ് എന്നുള്ളൊരു പ്രതിഭാസത്തിലൂടെയാണ്. പെട്ടെന്നുണ്ടായ ഒരു വലിയ വികാസം. അപ്പോൾ മറ്റൊരു ചോദ്യം ഉയർന്നു വന്നു, ആ വികാസത്തിന് മുൻപ് ഇവിടെ എന്തായിരുന്നു? അല്ലെങ്കിൽ സിംഗുലാരിറ്റി എന്നതിൽ നിന്ന് വികസിച്ചു എന്ന് പറയുന്ന പ്രപഞ്ചം, ആ സിംഗുലാരിറ്റി എന്താണ് ശരിക്കും? ആൻസേഴ്സ് ടു ദ ബിഗ് ക്വസ്റ്റ്യൻ എന്ന പുസ്തകത്തിൽ സ്റ്റീഫൻ ഹോക്കിൻസ് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും ശാസ്ത്രം അനുസരിച്ച് തന്നെയാണെന്നാണ്. അല്ലെങ്കിൽ പ്രകൃതിയുടെ നിയമങ്ങൾ അനുസരിച്ചാണ്. അതിന് വിരുദ്ധമായി ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെ മഴ പെയ്യുന്നു, ആ മഴയിലൂടെ ജലം താഴേക്ക് പതിക്കുന്നു. അല്ലാതെ ഒരിക്കൽ പോലും ആ ജലം മുകളിലേക്ക് തിരിച്ചു പോകുന്നില്ല. ഇവിടെ കാറ്റ് വീശുന്നുണ്ട്. അത് ഭൂമിയുടെ അടിയിൽ നിന്നും മുകളിലേക്കല്ല, ഭൂമിയുടെ പ്രതലത്തിൽ തന്നെയാണ്. അടിയിൽ നിന്നും ഒരിക്കലും കാറ്റ് മുകളിലേക്ക് ഉയർന്നു വരികയില്ല. ഒരു കുട്ടി മുകളിലേക്ക് ഒരു പന്ത് എറിയുകയാണെങ്കിൽ തീർച്ചയായും ആ പന്ത് താഴേക്ക് വരും. അല്ലാതെ ഒരിക്കലും ഭൂമിയുടെ അന്തരീക്ഷത്തെ കീറിമുറിച്ച് ആ പന്ത് മുകളിലേക്ക് പോവുകയില്ല. അതിനു കാരണം
ഒരിക്കലും ആ കുട്ടിയുടെ കൈകൾക്ക് അതിനുള്ള ശക്തി ഇല്ല എന്നത് തന്നെയാണ്. രണ്ട് വ്യക്തികൾ ബാഡ്മിന്റൺ കളിക്കുമ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിൽ അടിച്ചു തെറിപ്പിക്കുന്നു. ആ ഷട്ടിൽ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് അവർ തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന റാക്കറ്റിന്റെ പൊസിഷനും വേഗതയുമാണ്. അതിൽ ഒരിക്കലും ഒരു മാറ്റം സംഭവിക്കുന്നില്ല. താഴേക്ക് വീഴുന്ന ഒരു വസ്തു അത് താഴേക്ക് പതിക്കുക തന്നെ ചെയ്യും, അല്ലാതെ അത് ഒരിക്കലും മുകളിലേക്ക് ഉയർന്നു പോകുകയില്ല. അങ്ങനെ അത് ഉയർന്നു പോകണമെങ്കിൽ അത് ചിറകുള്ള ഒരു ജീവനുള്ള പക്ഷിയായിരിക്കണം. ഇതെല്ലാം പ്രകൃതി നിയമങ്ങൾ തന്നെയാണ്. നമ്മൾ നമ്മുടെ കുട്ടിക്കാലം മുതൽ കാണുന്ന ഈ കാര്യങ്ങളെല്ലാം പ്രകൃതി നിയമങ്ങൾ അനുസരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇതിനെല്ലാം വിപരീതമായി എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ദൈവികമായ ഒരു സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് നമുക്ക് പറയുവാനാവൂ. ഇതെല്ലാം ഒരു വിധി തന്നെയാണ്. എന്നാൽ അതിനെ ദൈവവിധി എന്ന് പറയുവാൻ കഴിയുമോ? നമുക്ക് മുൻകാല അറിവുണ്ട്. ഒരു പന്ത് മുകളിൽ നിന്ന് താഴേക്ക് വന്നാൽ അത് നിലത്ത് പതിക്കുമെന്ന അറിവ് അത് നമ്മൾ മുൻകാലങ്ങളിൽ കണ്ട് മനസ്സിലാക്കിയതാണ്. എന്നാൽ അതിനെന്തെങ്കിലും മാറ്റം സംഭവിച്ചാൽ അതിനെ നിയന്ത്രിക്കുന്ന, ആ വിധിയെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി ഉണ്ട് എന്നാണ്. അപ്പോൾ അതിനെ നമുക്ക് ദൈവവിധി എന്ന് പറയാം. എന്നാൽ പല ആളുകളും അവരുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങൾ സംഭവിച്ചു, അതുകൊണ്ട് ദൈവം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ച് ചെന്നാൽ അവർ പറഞ്ഞ ആ പറച്ചിൽ മാത്രം അവിടെ അവശേഷിക്കുന്നതാണ്. യാതൊരു തരത്തിലുള്ള തെളിവുകളും നമുക്ക് ലഭ്യമാവുകയില്ല. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ പിന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു ചോദ്യം, ഇവിടെ ദൈവത്തിന്റെ പ്രസക്തി എന്താണെന്നാണ്. സ്വാഭാവികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനെ ഇനി നിയന്ത്രിക്കുവാൻ ആരുടെയെങ്കിലും ആവശ്യമുണ്ടോ? എന്തുകൊണ്ടാണ് മഴ പെയ്യുന്നതെന്നും എന്തുകൊണ്ടാണ് കാറ്റ് വീശുന്നതെന്നും നമുക്കറിയാം. അതിനെ നിയന്ത്രിക്കുവാൻ മറ്റൊരാളുടെ ആവശ്യമില്ല. ഇനിയൊരു 1000 വർഷം കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയാവും ഇവിടെ മഴ പെയ്യുന്നത്. ഒരു 1000 വർഷം പിന്നിലേക്ക് പോയാലും ഇങ്ങനെ തന്നെ മേഘത്തിൽ നിന്നാണ് ഇവിടെ മഴ പെയ്തിരുന്നത്. അതിന് മാറ്റമൊന്നുമില്ല. എത്ര വർഷം പിന്നിലേക്കോ എത്ര വർഷം മുന്നിലേക്കോ പോയാലും ഇത് അങ്ങനെ തന്നെയാണ്. ഇതിനെയൊന്നും ആർക്കും കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്നും കൺട്രോൾ ചെയ്യപ്പെടുന്നുമില്ല. അപ്പോൾ പിന്നെ ദൈവത്തിന്റെ ആവശ്യം എന്താണ്? ദൈവം ഉണ്ടെങ്കിൽ എന്താണ് ദൈവത്തിന്റെ ജോലി? നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന പ്രകൃതി നിയമങ്ങൾ തന്നെയാണ് ദൈവമെന്ന്. എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ജനങ്ങൾ പറയുന്നത് കേൾക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും സാധിക്കുന്ന ഒരു ആൾ തന്നെയാണ് ദൈവമെന്നാണ് അവർ കരുതുന്നത്. അതിനെക്കുറിച്ചും സ്റ്റീഫൻ ഹോക്കിങ്സ് വ്യക്തമായി തന്നെ പരാമർശിച്ചിട്ടുണ്ട്. പ്രകൃതി നിയമങ്ങൾ തന്നെയാണ് ദൈവമെങ്കിൽ ആ ദൈവത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ പ്രകൃതി നിയമങ്ങൾ കൂടുതലായി പഠിക്കുകയല്ലേ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയല്ലേ ചെയ്യേണ്ടത്? അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മതഗ്രന്ഥം വായിക്കുന്നതിലൂടെയോ ഏതെങ്കിലും ആരാധനാലയം സന്ദർശിക്കുന്നതിലൂടെയോ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കുവാൻ സാധിക്കുമോ? അപ്പോൾ പ്രകൃതി നിയമം, ശാസ്ത്രം, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയല്ലേ വേണ്ടത്? ശാസ്ത്രം ഒരുപാട് വളർന്നിരിക്കുന്നു. ഉത്തരമില്ലാത്ത പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുവാൻ ഇന്ന് ശാസ്ത്രത്തിന് സാധിക്കും. എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായതെന്ന് വ്യക്തമായി തന്നെ ശാസ്ത്രം പറയുന്നുണ്ട്. അതിന്റെ പിന്നിലുള്ള ഗണിതശാസ്ത്രപരമായ മോഡലുകളും നമുക്ക് ഇന്ന് കാണുവാൻ സാധിക്കും. ഏകദേശം 1380 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ബിഗ് ബാങ് സംഭവിച്ചത്. അതിനെ തുടർന്നാണ് നാം ഇന്ന് കാണുന്ന പ്രപഞ്ചം ഉണ്ടായത്. അത് ഒറ്റയടിക്ക് ഉണ്ടായതല്ല. കഴിഞ്ഞ 1380 കോടി വർഷങ്ങൾ കൊണ്ട് പരിണാമത്തിലൂടെയാണ് ഇപ്രകാരമായി വന്ന് എത്തി നിൽക്കുന്നത്. ബിഗ് ബാങ് ആരംഭിച്ചപ്പോൾ മുതൽ ഇന്നുവരെയുള്ള കാര്യങ്ങൾ ശാസ്ത്രത്തിലൂടെ തന്നെ നാം കണ്ടെത്തിയിട്ടുണ്ട്. ബിഗ് ബാങ് സംഭവിച്ചതിന് ശേഷം നടന്നതെല്ലാം പ്രകൃതി നിയമങ്ങൾ അനുസരിച്ച് തന്നെയാണ്. ആ നിയമങ്ങളിലൊന്നും ഒരു പിഴവും സംഭവിച്ചിട്ടില്ല. കൃത്യമായി തന്നെ എല്ലാം സംഭവിച്ചു. ആ നിയമങ്ങളിലൂടെ തന്നെയാണ് നാം ഇപ്പോൾ കാണുന്ന പ്രപഞ്ചം ഉണ്ടായി വന്നത്. അപ്പോൾ ആ നിയമങ്ങൾ തന്നെയാണ് നാം പഠിക്കേണ്ടത്. ആ നിയമങ്ങൾ തന്നെയാണ് നാം അറിയാൻ ശ്രമിക്കേണ്ടത്. അതിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ കണ്ടെത്താനാവൂ. ഈ പറഞ്ഞു വരുന്നത് ദൈവത്തെ നേച്ചർ ഓഫ് ലോ എന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ്. അവർ വിശ്വസിക്കേണ്ടത് ഈ കാര്യങ്ങൾ മാത്രമാണ്. ഇതിന് വിപരീതമായി മറ്റൊരു രീതിയിൽ ചിന്തിക്കുന്ന ആളുകളും ഉണ്ടാവും. നമ്മൾ മുൻപ് പറഞ്ഞ ബിഗ് ബാങ്, ആ ബിഗ് ബാങ് ഉണ്ടാക്കിയ ആളാണ് ദൈവം. അദ്ദേഹമാണ് ഇവിടെ ബിഗ് ബാങ്ങിന് കാരണമായി മാറിയിരിക്കുന്നത്. എന്നാൽ ബിഗ് ബാങ്ങിന് ശേഷം നടന്നതെല്ലാം പ്രകൃതി നിയമങ്ങൾ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അല്ലാതെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ദൈവം ഒരു രീതിയിലുള്ള വ്യതിചലനങ്ങൾ നടത്തിയിട്ടില്ല. ബിഗ് ബാങ് തുടങ്ങുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ദൈവമാണ് ബിഗ് ബാങ് സൃഷ്ടിച്ചതെന്ന് തന്നെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ദൈവം ആകെ ചെയ്തത് ബിഗ് ബാങ് സൃഷ്ടിക്കുക മാത്രമാണ്. അതിനുശേഷം യാതൊരു തരത്തിലുള്ള ഇടപെടലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. എല്ലാം പ്രകൃതി നിയമങ്ങൾ അനുസരിച്ച് മാത്രമാണ് നടന്നിരിക്കുന്നത്. അത് വ്യക്തമായി തെളിയിക്കുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. എന്നാൽ ബിഗ് ബാങ് സൃഷ്ടിച്ചത് ദൈവമാണ്. ദൈവത്തിന് മാത്രമേ അത് സാധിക്കൂ എന്ന് പറയുന്നവർക്ക് വേണ്ടി സ്റ്റീഫൻ ഹോക്കിങ്സ് ചില കാര്യങ്ങൾ ആ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. ബിഗ് ബാങ് സംഭവിക്കുവാൻ ഇവിടെ 3 കാര്യങ്ങൾ മാത്രമാണ് ആവശ്യം.
ഒന്നാമത്തേത് മാറ്റർ ആണ്. ഇവിടെ കാണുന്ന ആറ്റങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നതെല്ലാം മാറ്റർ ആണ്. ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാം മാറ്റർ തന്നെയാണ്. രണ്ടാമതായി വേണ്ടത് ഊർജമാണ്. സൂര്യനിൽ നിന്ന് നമ്മളിലേക്ക് എത്തിച്ചേരുന്നതും ഊർജമാണ്. ഊർജവും ബിഗ് ബാങ്ങിന് അത്യാവശ്യമാണ്. പിന്നെ വേണ്ടത് സ്പേസ് ആണ്. ഈ മാറ്ററിന് നിലനിൽക്കാനായി, അതിന് സഞ്ചരിക്കുവാനായി, പലതിനെയും ഓർബിറ്റ് ചെയ്യുവാനായി ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ബിഗ് ബാങ് തീർച്ചയായും സംഭവിക്കും. അതായത് ഈ 3 കാര്യങ്ങളും ഉണ്ടായാൽ മാത്രം മതി. അതിന് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളോ അത്ഭുതങ്ങളോ ആരും ചെയ്യേണ്ട കാര്യമില്ല. ഈ 3 കാര്യങ്ങൾ പ്രകൃതി നിയമത്തിൽ അടിസ്ഥാനമായി ഉണ്ടെങ്കിൽ അവിടെ ബിഗ് ബാങ് ഉണ്ട്. അതേ തുടർന്ന് ഈ പ്രപഞ്ചവുമുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഒരു സമവാക്യം കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ ആ 3 2 നമുക്ക് ഒന്നാക്കി മാറ്റുവാൻ കഴിയും. മാറ്ററും എനർജിയും. E=mc² നമുക്കറിയാം. മാസുള്ള ഏതൊരു പദാർത്ഥത്തിലും ഊർജമുണ്ട്, വലിയ അളവിലുള്ള ഊർജം. അതിന് ഊർജമായി മാറുവാനും തിരികെ മാറ്ററായി മാറുവാനുള്ള സവിശേഷതയുണ്ട്. ഇവിടെ ഇനി ഉയർന്നു വരുന്നത് ഒരു ചോദ്യമാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ അതേ ചോദ്യം. നമുക്ക് അറിയില്ല, അതുകൊണ്ട് തന്നെ നാം ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ബിഗ് ബാങ്ങിന് മുൻപ് എന്തായിരുന്നു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അത് നമുക്ക് എന്താണെന്ന് അറിയില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ ദൈവമുണ്ട്. തീർച്ചയായും ബിഗ് ബാങ്ങിന് മുൻപ് എന്തായിരുന്നു എന്ന് ചോദിക്കുന്നത് തന്നെ തെറ്റാണ്. കാരണം ബിഗ് ബാങ്ങിന് ശേഷമാണ് സ്പേസും ടൈമും ഉണ്ടായത്. ബിഗ് ബാങ്ങിന് മുൻപ് എന്തുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമില്ല. കാരണം ഈ ഒരു ഉത്തരം ആർക്കും അംഗീകരിക്കുവാൻ സാധിക്കില്ല. കാരണം എത്ര പുറകിലേക്ക് പോയാലും അവിടെ സമയമുണ്ട്. സമയമില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കുകയില്ല. അതിന് കാരണം നാം ഓർമ്മയുള്ള കാലം മുതൽക്കേ സമയം അനുഭവിച്ചാണ് ജീവിക്കുന്നത്. സമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം വാച്ചിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സൂചിയാണ്. അത് എത്ര പുറകിലേക്ക് പോയാലും ആ സൂചി കറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും. 360 ഡിഗ്രി കഴിഞ്ഞാൽ വീണ്ടും പഴയ സമയമെത്തും. അങ്ങനെ അത് പിന്നിലേക്കോ മുന്നിലേക്കോ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതിന് യാതൊരു തരത്തിലുമുള്ള ഒരു അന്ത്യവും ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ ബിഗ് ബാങ്ങിലെ സമയം കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു സമയമാണ്. അത് സ്പേസുമായി കൂടിച്ചേർന്ന് ഒരു പ്രത്യേക ഡയമെൻഷനായി തന്നെ മാറിയിട്ടുണ്ട്. പിന്നെ ഉയർന്നു വരുന്ന ഒരു ചോദ്യം സിംഗുലാരിറ്റിയെ കുറിച്ചാണ്. സിംഗുലാരിറ്റി എന്താണ് എന്ന് നമുക്ക് വ്യക്തമായ ഒരു ധാരണയില്ല. നമുക്ക് ധാരണയില്ലാത്തത് കാരണം അവർ പറയുന്നു അത് തന്നെയാണ് ദൈവമെന്ന്. അങ്ങനെയാണെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് എന്തുകൊണ്ട് മഴ പെയ്യുന്നു എന്ന് മനസ്സിലാക്കാതിരുന്ന മനുഷ്യർ അതിന്റെ പിന്നിലെ കാരണം ദൈവമാണ് എന്ന് വിശ്വസിച്ചതുപോലെ ആവും. സിംഗുലാരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പഠനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ക്വാണ്ടം ഗ്രാവിറ്റിയിൽ ആ പഠനഫലങ്ങൾ അധികം വൈകാതെ തന്നെ സിംഗുലാരിറ്റി എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അറിയാത്ത പല കാര്യങ്ങളും അപ്പോഴും ഉണ്ടാവും. ആ അറിയാത്ത കാര്യത്തെയാവും നാം അന്ന് ദൈവമെന്ന് പറയുന്നത്. ദൈവത്തിന് എതിരെ സംസാരിക്കുകയായിരുന്നില്ല സ്റ്റീഫൻ ഹോക്കിങ്സ്. അദ്ദേഹം ചില കാര്യങ്ങൾ പറയുകയായിരുന്നു. ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് വിശ്വസിക്കുന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ്. എന്നാൽ അത് മറ്റൊരാളെ ബാധിക്കാത്ത തരത്തിലാവണമെന്ന് മാത്രം. ശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ സാവധാനത്തിൽ ദൈവം എന്ന സങ്കല്പത്തിൽ നിന്നും അകന്നു പോവുകയാണ് പതിവ്. ഇതുപോലെ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.